ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട TS ജോൺ കുമാർ അച്ഛൻ, ഇടവക സെക്രട്ടറി ജീസസ്, ചർച്ച് അക്കൗണ്ടന്റ് ഷൈൻകുമാർ, നമ്മുടെ സഭാദിന ആഘോഷത്തിന്റെ കൺവീനർ SS അഭി, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ദക്ഷിണ കേരള മഹാ ഇടവകയുടെ 64ാമത് സഭാ ദിന ആഘോഷത്തിന്റെ ഉദ്ഘാടന വേദിയാണ് നാം ഇപ്പോൾ. ആർണോൾഡ് ഹെൻറി എന്ന തിരുമേനി പ്രഥമ ബിഷപ്പായിക്കൊണ്ട് രൂപമെടുത്ത നമ്മുടെ മഹാ ഇടവകയുടെ 64ാം സഭാ ദിനം ആഘോഷിക്കുമ്പോൾ ആദ്യമേ എന്നെ ശ്രദ്ധിച്ചത് നിങ്ങൾ എനിക്ക് അയച്ചു തന്ന ഈ ഒരു നോട്ടീസാണ്. ആ നോട്ടീസിൽ ഞാൻ ശ്രദ്ധിച്ച 2 കാര്യങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പറയുന്നത് പിറകിലൊരു കേൾക്കാമോ? ശരി, കേൾക്കാം. എനിക്ക് സംശയം കേൾക്കുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം, ഈ നോട്ടീസിലുടനീളമുള്ളത് ഞാൻ വിലമതിക്കുന്നു എന്നൊരാശയമാണ്. നിങ്ങൾ എത്ര പേർ അത് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. ഞാൻ വിലമതിക്കുന്നു. നമ്മുടെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നോക്കുക. മറ്റൊരു സഭാദിനം കൂടെ ആഘോഷിക്കുവാൻ നാം തയ്യാറെടുക്കുകയാണ്. ദക്ഷിണ കേരള മഹാസഭയുടെ പ്രഥമ ബിഷപ്പായ തിരുമേനിയുടെ പേരിൽ സ്ഥാപിതമായതാണ് നമ്മുടെ സഭ എന്നത് നമ്മുടെ അഭിമാനമാണ്. എന്തുകൊണ്ടാണ് ഈ അഭിമാനം? അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അടിച്ചമർത്തലിന്റെയും നിരക്ഷരതയുടെയും അധോമണ്ഡലത്തിൽ കടങ്ങിയിരുന്ന ഒരു പൈതൃകം കേവലം കെട്ടുകഥയല്ല നമുക്ക് എന്ന് നാം ഓർക്കുന്നതിന്റെ ആഘോഷമാണ് ഈ ആഘോഷം. ഇതിനെ എന്റെ പൈതൃകത്തെ ഞാൻ വിലമതിക്കുന്നു. വിലമതിക്കുന്നുണ്ടോ? വിലമതിക്കുന്നവർ ഉണ്ടോ? ഒന്ന് കൈകൊണ്ടാണോ? ഞാനിവിടെ ഞാനിവിടെ കയറി വന്ന സമയം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, ഒരു കത്തോലിക്ക ദേവാലയത്തിൽ നിന്നും ഒരു CSI ദേവാലയം എങ്ങനെയൊക്കെ വ്യത്യസ്തമാണ് എന്ന് എന്റെ കണ്ണുകൾ ഞാൻ അറിയാതെ അന്വേഷിച്ചു പോകുമ്പോൾ കണ്ട ചില കാര്യങ്ങൾ, ഏറ്റവും ശ്രദ്ധിച്ച ചില കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളുടെ കൈകളിൽ നിങ്ങളുടെ പ്രാർത്ഥനാ പുസ്തകമുണ്ട്. ഒരു കത്തോലിക്ക ദേവാലയത്തിലും പ്രാർത്ഥനാ പുസ്തകം നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകവും എത്തില്ല. അതുകൊണ്ട് പുസ്തകങ്ങൾ ദേവാലയം തന്നെ വെച്ചിരിക്കും. ആ ദേവാലയത്തിൽ വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ എടുത്ത് പ്രാർത്ഥനയോ പാട്ടോ പാടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പ്രാർത്ഥനാ പുസ്തകങ്ങൾ നിങ്ങളുടെ ഒരു സവിശേഷതയായി ഞാൻ കാണുന്നു. രണ്ടാമത്തെ സവിശേഷത ഞാൻ കണ്ടത്, നിങ്ങളുടെ മുഖത്തും നിങ്ങളുടെ ആരാധനയിലുമുള്ള ലാളിത്യമാണ്. ആ ലാളിത്യത്തിന്റെ ഒരു പ്രകടനമാണ് നമ്മൾ പ്രാർത്ഥനകൾ ഉറക്കെ ചെല്ലുന്നതും കൈയടിച്ച് ഗാനങ്ങൾ ആലപിക്കുന്നതും ഭക്തിയോടെ ഈ പ്രാർത്ഥനാനുഷ്ഠാനങ്ങളിലെല്ലാം പങ്കുചേരുന്നത്. വളരെ മനോഹരമായി അത് തോന്നി. മൂന്നാമത്തെ കാര്യം, ആരാധനയിൽ നിറഞ്ഞു നിൽക്കുന്ന സംഗീതമാണ്. ആ സംഗീതത്തിനായുള്ള സംവിധാനങ്ങൾ, അവിടെ ആയിരിക്കുന്ന കൊയറിലെ മെമ്പേഴ്സ്, ആ സംഗീതം നടത്തുന്നതിന്റെ ചിട്ട, അത് കോൺഗ്രിഗേഷൻ മുഴുവനും ഒരേ സ്വരത്തിൽ ഏറ്റെടുത്ത് ആ സംഗീതത്തെ ഒരു ആരാധനയാക്കി മാറ്റി നിങ്ങളെല്ലാവരും അതിൽ ലയിച്ചു പാടുന്ന ആ ഒരു ആരാധനയുടെ സവിശേഷത. ഇതെല്ലാം
ഏറ്റവും കൃത്യമാണ്. അതിനേക്കാൾ കൃത്യമായി തോന്നി ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന വൈദികൻ തന്റെ വാക്കുകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, സന്ദേശങ്ങളിലൂടെ, വചന വ്യാഖ്യാനങ്ങളിലൂടെ നൽകുന്ന ആ ഒരു സജീവമായ ദൈവ സാന്നിധ്യം, വളരെ മനോഹരമായ ഭാഷകൾ, ചിന്തകൾ, ആശയങ്ങൾ, പ്രാർത്ഥനകൾ, ഇതാണ് ഈ ദേവാലയത്തിന്റെ വലിയ ഒരു ശക്തി. ആ ശക്തിയെ നമ്മൾ വിലമതിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് വീണ്ടും എന്റെ മനസ്സിലേക്കും നിങ്ങളുടെ മുമ്പിലേക്കും ഉള്ളത്. ഞാൻ സ്ഥിരമായി ദേവാലയങ്ങളിൽ പ്രസംഗിക്കുവാൻ പോകുന്ന ആളല്ല. ഇങ്ങനെ ഞാൻ വരുവാനുള്ള ഒരേ ഒരു കാരണം, സ്കൂളിന്റെ PTA എക്സിക്യൂട്ടീവ് വളരെ സജീവമായുള്ള ഷൈൻകുമാർ, ഞങ്ങളുടെ ഒരു സുഹൃത്ത്, ഒരു PTA എക്സിക്യൂട്ടീവ് മീറ്റിംഗിന് ശേഷം, പ്രത്യേകിച്ചും ഞങ്ങൾ ന്യൂ ഇയറിന്റെ ആരംഭത്തിൽ നടത്തിയ PTA മീറ്റിംഗ് എക്സിക്യൂട്ടീവിന് ശേഷം പെട്ടെന്ന് എന്നോട് ചോദിച്ചു, ഈ സമയം തന്നിരുന്നെങ്കിൽ ഞാൻ പക്ഷേ വ്യത്യസ്തമായി മറുപടി തന്നേനെ. പെട്ടെന്ന് എന്നോട് ചോദിച്ചു, അച്ഛാ ഞങ്ങളുടെ ദേവാലയത്തിലെ തിരുനാളാണ്, അച്ഛൻ വരണം, അവിടെ ഒരു പ്രസംഗം പറയണം. ഒരു കാര്യം കൂട്ടിച്ചേർത്ത് പറയും. സാധാരണ കേൾക്കാത്ത ഒരു ശബ്ദം, സ്ഥിരം കേൾക്കാത്ത കാര്യങ്ങൾ കേൾക്കുവാൻ ആഗ്രഹമുണ്ട്. ഷൈനിനോട് നോ എന്ന് പറയുവാനുള്ള വിമുഖത കാരണം ഞാൻ പറഞ്ഞു, ഞാൻ വരാം. ഈ ദേവാലയത്തിൽ വരുവാൻ കഴിഞ്ഞത്, നിങ്ങളെല്ലാവരെയും കാണുവാൻ കഴിഞ്ഞത്, നിങ്ങളുടെ ആരാധനയുടെ ഭാഗമാകുവാൻ കഴിഞ്ഞത്, നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമെന്നുള്ളത് വലിയ അനുഗ്രഹമായി ഞാൻ കാണുകയാണ്. ഇനി ഇവിടെ എന്താണ് നമുക്ക് കൂടുതൽ ചിന്തിക്കുവാനുള്ളത്, കൂടുതൽ പക്ഷേ അന്വേഷിക്കുവാനുള്ളത്? അതിലേക്ക് അന്വേഷണം ഏതാനും നിമിഷങ്ങളിൽ നമുക്കിവിടെ നടത്തുവാൻ സാധിക്കുമോ എന്നൊരു ചിന്ത മാത്രമാണ് എനിക്കുള്ളത്. കുറച്ച് അല്ലെങ്കിൽ കുറേയേറെ ചെറിയ ചിന്തകൾ മാത്രമാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്. വളരെ ഭംഗിയായി ആരാധനയിൽ കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നമ്മൾ ജീവിതത്തിന്റെ പല നിമിഷങ്ങളിലും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുവാൻ, ഞാൻ വിലമതിക്കുന്നു എന്ന് പറയുവാൻ വിമുഖത കാട്ടാറുണ്ടോ? കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുമക്കളുടെയുണ്ട്, അവരുടെ മാതാപിതാക്കളുണ്ട്. സ്കൂളിന്റെ ആനുവൽ ഡേ നടത്തി 2 ദിവസങ്ങളിലായി വളരെ ഭംഗിയായി ആ ആനുവൽ ഡേ നടത്തുവാൻ സാധിച്ചു. ആ ആനുവൽ ഡേക്ക് ആശംസകൾ അർപ്പിക്കുവാനും ആനുവൽ ഡേയുടെ പരിപാടികൾ ഏറ്റവും മനോഹരമാക്കുവാനും പങ്കെടുത്ത ഒരു പ്രധാനപ്പെട്ട ആൾ, ഞങ്ങളുടെ തന്നെ ഒരു സഹപ്രവർത്തകനായ അസോസിയേറ്റ് സ്റ്റാഫ് എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഒരു കവിയും ഒരു യുവ കലാകാരനുമായ ഷൈൻ എന്ന ചെറുപ്പക്കാരനാണ്. അദ്ദേഹം വളരെ ഭംഗിയായി കവിത പാടും, സംസാരിക്കും. അപ്പോൾ അദ്ദേഹം നമ്മുടെ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, കുട്ടികളുടെ രചനകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മനോഹരമായ ഒരു പുസ്തകം തയ്യാറാക്കി. ഞങ്ങൾ പാടിത്തുടങ്ങുന്നു എന്ന ഒരു സമാഹാരം. അപ്പൊ അതിലെ കവിതകൾ, കുട്ടികളുടെ രചനകൾ അദ്ദേഹം മനോഹരമായിട്ട് പാടുന്നതിന് മുമ്പ് അദ്ദേഹം നമ്മുടെ സ്കൂളിനെ കുറിച്ച് അദ്ദേഹം ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, വളരെ സുന്ദരമായ കാര്യങ്ങൾ. അതിനുശേഷം അദ്ദേഹം ഒരു നിരീക്ഷണം പറഞ്ഞു. കുട്ടികളുടെ പരിപാടികൾ അവതരിപ്പിക്കുമ്പോഴും ഇത്രയും മനോഹരമായ കാര്യങ്ങൾ പറയുമ്പോഴും മാതാപിതാക്കളുടെ ഇടയിൽ നിന്നും അവിടെ ഇരിക്കുന്നവരുടെ ഭാഗത്തു നിന്നും കയ്യടി ഉണ്ടാകുന്നില്ല. അപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞു, നിങ്ങൾ എനിക്കൊരു കയ്യടി തരൂ. പ്രോത്സാഹിപ്പിക്കുവാൻ, വിലമതിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് മടിയുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്തുള്ള, നിങ്ങളുടെ സ്കൂളിന്റെ അടുത്തുള്ള ചെമ്പൂർ സെന്റ് ജോസഫ് സ്കൂളിന്റെ ആനുവൽ ഡേ നടക്കുകയാണ്. ഒരു കൊച്ചു സ്കൂളാണ്, പ്ലേവ സ്കൂൾ വെച്ച് നോക്കിയാൽ ഒരു ചെറിയ സ്കൂൾ. 500 താഴെ മാത്രം കുട്ടികൾ പഠിക്കുന്ന സ്കൂള്. ഭയങ്കര അച്ഛന്മാരാണ് നടത്തുന്നത്. അച്ഛനെ പരിചയമുള്ളതോടെ അച്ഛൻ തീർച്ചയായും വരണേ എന്ന് പല പ്രാവശ്യം വിളിക്കും. ആ നിർബന്ധത്തിൽ ഞാൻ പോയി വൈകുന്നേരം.
അപ്പൊ അവിടെ ഇതുപോലെയുള്ള മീറ്റിംഗെല്ലാം കഴിഞ്ഞ കുട്ടികളുടെ പരിപാടികളൊക്കെ നടക്കുകയാണ്. ഇപ്പോൾ ചെറിയ സ്കൂളായതുകൊണ്ട് സ്കൂളിൽ അതിൻ്റെതായിട്ടുള്ള പരിമിതികളെല്ലാം ഉണ്ട്. എങ്കിൽ പോലും എന്നെ അത്ഭുതപ്പെടുത്തിയത് ആ പരിപാടിയുടെ MC നടത്തിക്കൊണ്ടിരിക്കുന്ന 2 വിദ്യാർത്ഥികൾ. അതോടെ സ്കൂളിന്റെ ഹെഡ് ബോയ്, ഹെഡ് ഗേൾ എന്ന് പറയുന്ന പെൺകുട്ടി വളരെ സുന്ദരമായ ഭാഷയിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുകയാണ്. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ട് അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നേരത്തെ അച്ഛൻ പറഞ്ഞില്ലേ, സ്കൂള് വളരെ മികച്ച രീതിയിൽ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നു. മറ്റു പല സ്കൂളുകൾ ഇംഗ്ലീഷ് മീഡിയം എന്ന പേരേ ഉള്ളൂ, എന്നാൽ യഥാർത്ഥത്തിൽ നല്ല പരിശീലനം നൽകുന്ന സ്കൂളെന്ന് ഞങ്ങളെല്ലാം നിങ്ങളുടെ സ്കൂളിനെ വിലമതിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ, നമ്മുടെ സ്കൂളിൽ, ഏറെ സ്കൂളിൽ പറയുന്നതിനേക്കാൾ ഭംഗിയായി 2 കുട്ടികളോട് ഇംഗ്ലീഷിൽ അനൗൺസ്മെന്റ് നടത്തുന്നു. ഞാൻ അത്ഭുതപ്പെടും. ഇതാരും കുട്ടികളെ പരിശീലിപ്പിച്ചു? ഒരുപക്ഷെ കുട്ടികൾ പുറത്തുനിന്ന് വന്നാലും അവരുടെ പരിശീലനം നേടിയ കുട്ടികളാണോ? ഞാൻ വളരെ കൗതുകത്തോടെ ഇംഗ്ലീഷ് ശ്രദ്ധിച്ചു. കുട്ടികൾ ഇംഗ്ലീഷ് പറയുന്നത് ആ ഇംഗ്ലീഷിന്റെ ഭാഷ മുഴുവൻ പഠിച്ച് സ്വായത്തമാക്കിയത് കൊണ്ടൊന്നുമല്ല, മറിച്ച് നമ്മൾ അവരെ ട്രെയിൻ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ പറയും until you make it, you fake it എന്നാണ് പറയുക. നിങ്ങൾക്ക് അത് പൂർണ്ണമായി നിങ്ങൾ പഠിച്ച് ശാസ്ത്രീയമായി കിട്ടുന്നത് വരെ you fake it. നിങ്ങളത് എന്താ പറയാ, നിങ്ങളത് അഭിനയിക്കൂ എന്നുള്ള വാക്കാണ്. അപ്പോൾ അത്രയും പെർഫെക്ഷനോട് കൂടി ഇംഗ്ലീഷിൽ കുട്ടികൾ ഇങ്ങനെ 2 കുട്ടികൾ MC നടത്തുകയും വളരെ മനോഹരമായിട്ട്, ഒരുപക്ഷെ നമ്മുടെ സ്കൂളിൽ നടത്തുന്നതിനേക്കാൾ അല്ലെങ്കിൽ ചെയ്യുന്നതിനേക്കാൾ മികച്ച രീതിയിൽ ഈ കുട്ടികൾ ഇംഗ്ലീഷ് പറയുന്നത് കേട്ട് ഞാൻ ഏറെ സന്തോഷിക്കുകയാണ്. പക്ഷേ കൈയടിക്കാൻ മാതാപിതാക്കളില്ല. അപ്പൊ ഞാൻ ഏറെ സങ്കടപ്പെട്ടു. എന്തുകൊണ്ട് ഈ മാതാപിതാക്കൾ ഇവിടെ ഇരിക്കുന്നവർക്ക് ഈ പ്രസംഗങ്ങൾ, ഈ വാക്കുകൾ കേട്ടാൽ കൈയടിക്കാൻ സാധിക്കുന്നില്ല? നമ്മൾ വിലമതിക്കുന്നുണ്ടോ? എന്തിനാ വിലമതിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ നോട്ടീസിൽ പറഞ്ഞതുപോലെ നമ്മുടെ പൈതൃകത്തെ, നമ്മുടെ ചരിത്രത്തെ നമ്മൾ വിലമതിക്കുന്നുണ്ടോ? ഈ പൈതൃകത്തിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെ നമ്മൾ വിലമതിക്കുന്നുണ്ടോ? എപ്പോഴാണ് നമുക്ക് വിലമതിക്കുവാൻ സാധിക്കുക? എപ്പോഴാണ് നമുക്കൊരു കാര്യത്തെ വിലമതിക്കുവാൻ സാധിക്കുക? ആ വിലമതിക്കുവാനുള്ള അറിവ്, ആ വിലമതിക്കുവാനുള്ള കാഴ്ചപ്പാട്, ആ വിലമതിക്കുവാനുള്ള ബോധ്യങ്ങൾ, ആ വിലമതിക്കുവാനുള്ള വില നമ്മൾക്കുണ്ടാകുമ്പോഴാണ്. ആരാണ് ഈ ലോകത്തിലെ ഏറ്റവും ബോറനായിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന ചോദ്യത്തിന് ഒരാൾ പറയുന്ന ഉത്തരവില്ല. ഒരു വലിയ കച്ചേരി നടത്തുകയാണ്. നമ്മുടെ യേശുദാസ് കച്ചേരിയിൽ വളരെ മനോഹരമായി സുന്ദരമായി പാടിക്കൊണ്ടിരിക്കുകയാണ്. യേശുദാസ് കച്ചേരിയിൽ പോയി പാടുന്നതാണ് എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും മതിമറന്ന കച്ചേരി ലയിച്ചുകൊണ്ടിരിക്കുന്ന ആ വേദിയിൽ കണ്ണടച്ച് എല്ലാവരും ആ കച്ചേരി ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ഒരാൾ അടുത്തിരിക്കുന്ന ആളെ തട്ടി വിളിച്ചു. അപ്പൊ അയാൾക്ക് കണ്ണു തുറക്കാൻ ഇഷ്ടമല്ല. പ്രാർത്ഥിക്കുന്ന നിങ്ങളെ പോലെ കണ്ണടച്ച് ഭക്തി ലയിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ ഇയാൾ ലയിച്ച് കർണാട്ടിക് മ്യൂസിക് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ പല പ്രാവശ്യം ഇയാൾ തട്ടി വിളിച്ചപ്പോൾ തട്ടി വിളിച്ചു. എന്താ? അതെ, ഈ പാടുന്നതിന് ഇയാൾക്ക് എത്ര രൂപ കിട്ടും? കേട്ടോ കേട്ടോ ചോദ്യം കേട്ടോ കേട്ടോ? ഈ പാടുന്നതിന് ഇയാൾക്ക് എത്ര രൂപ കിട്ടും? ഇതാണ് ലോകത്തിലെ ഏറ്റവും ബോർഡായ ഒരു മനുഷ്യന്റെ ലക്ഷണമെന്ന് പറയുക. അപ്പോൾ നിങ്ങൾ എന്തിനെ വിലമതിക്കുന്നു, എങ്ങനെ വിലമതിക്കുന്നു? നമ്മുടെ പൈതൃകത്തെ വിലമതിക്കുവാൻ നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചില്ല എങ്കിൽ, നമ്മുടെ പൈതൃകത്തെ നമ്മൾ വിലമതിക്കുന്നില്ല എങ്കിൽ നമ്മളെല്ലാതായി മാറും. അപ്പോൾ ഷൈനിനോട് പറഞ്ഞ കാര്യം എനിക്കറിയില്ല എത്രത്തോളം സാധ്യമാണ്. എന്നാൽ ഈ സഭാദിനാഘോഷത്തിന്റെ 64ാം സഭാദിനാഘോഷം ആഘോഷിക്കുമ്പോൾ 2 കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മനസ്സിൽ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയാലും ഉണ്ടാകട്ടെ. വിലമതിക്കുവാൻ പഠിക്കുക. എന്തിനു വിലമതിക്കുവാൻ പഠിക്കുക? നമ്മുടെ പാരമ്പര്യത്തെ, നമ്മുടെ പൈതൃകത്തെ, ഈ പൈതൃകത്തിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ വിലമതിക്കുവാൻ പഠിപ്പിക്കുക. നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ വിലമതിക്കുവാൻ പഠിപ്പിക്കുക. ഇന്നത്തെ സുവിശേഷമാണ് നമ്മൾ വായിച്ചു കേട്ടത്. വളരെ ഭക്തിയോടും വളരെ ശ്രദ്ധയോടുമാണ് നിങ്ങൾ കേട്ടത്. അച്ഛൻ വളരെ ഭക്തിയോടെയാണ് വായിച്ചത്.
CSI ആരാധനാക്രമത്തിന്റെ പ്രത്യേകതയാണ് സുവിശേഷം വായിക്കുമ്പോൾ വീണ്ടും വീണ്ടും അത് ഏത് തിരുവചന ഭാഗമാണ് എടുത്തെടുത്ത് പറയും. അപ്പോൾ ഇന്നത്തെ സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം ആണോ? 18-ാം അധ്യായം ആണോ? വാക്യങ്ങൾ എവിടെ മുതലായിരുന്നു? 23 മുതൽ കേട്ടില്ല 35. ഈ തിരുവചന ഭാഗത്ത് പറയുന്ന നല്ലൊരു ആശയം, നല്ലൊരു ചിന്ത യേശു പഠിപ്പിക്കുകയാണ്. യേശു പഠിപ്പിച്ചത് ഉപമകളിലൂടെയും കഥകളിലൂടെയുമാണെന്ന് നമുക്കറിയാം. കാരണം ലോകത്തെ പഠിപ്പിക്കുവാൻ ഏറ്റവും നല്ല മാർഗം ഉപമകളും കഥകളും ആണ്. അതിനേക്കാൾ വലിയ വഴി ഈശോ പഠിപ്പിച്ചു. അത് ഈശോയുടെ ജീവിതം തന്നെയാണ്. ഈശോയുടെ ജീവിതം തന്നെയാണ് ഏറ്റവും സുന്ദരമായ കവിത. ഈശോയുടെ ജീവിതം തന്നെയാണ് ഏറ്റവും സുന്ദരമായ കഥ. അതവിടെ. അപ്പോൾ ഈശോ ഇന്ന് പറഞ്ഞ ഈ ഉപമയിലൂടെ ഈശോ പറയുന്ന ഒരു കാര്യം ഏറ്റവും അവസാനത്തെ വാചകമായി നമ്മൾ മനസ്സിലാക്കും. എന്താണ് ആ വാചകം? നിങ്ങളുടെ സഹോദരനോട് ബാക്കി പറയാമോ? ഹൃദയപൂർവ്വം ക്ഷമിച്ചില്ല എങ്കിൽ നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കുകയില്ല. അപ്പോൾ ഇതാണ് ഇതിലെ കാതലായ ആശയമെങ്കിലും എന്തുകൊണ്ട് ഈ കഥയിൽ പറയുന്ന ആദ്യത്തെ ഭൃത്യന് തന്റെ സഹഭൃത്യനോട് ക്ഷമിക്കുവാൻ കഴിഞ്ഞില്ല, ഇളവ് നൽകുവാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യം ചോദിക്കുവാൻ നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. നമ്മൾ ആ ചോദ്യം ചോദിക്കണം. ഇനി നിങ്ങൾക്ക് എന്നോട് പറയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ദേവാലയത്തിന്റെ CSI ആരാധനാക്രമത്തിലെ ഏറ്റവും സവിശേഷതയായി ഞാൻ കാണുന്നത് സജീവമായിട്ടുള്ള ഒരു പങ്കാളിത്തമാണ്. ആ സജീവമായിട്ടുള്ള പങ്കാളിത്തം കൈയടിക്കുന്നത് മാത്രമല്ല, അതിനുപരിയായി ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്കും വ്യാപിച്ച് നമ്മുടെ ഈ ഒരു സമൂഹം, നമ്മുടെ നാടിന് തന്നെ അനുഗ്രഹമായി മാറുന്ന ഒരു സമൂഹമായി മാറണമെങ്കിൽ, ലോകത്തിന് തന്നെ അനുഗ്രഹമാകുന്ന ഒരു സമൂഹമായി മാറണമെങ്കിൽ നമുക്ക് ഇനിയും അന്വേഷിക്കാവുന്ന മേഖലകളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒന്നാമത് പറഞ്ഞ കാര്യം വിലമതിക്കുക എന്നതാണ്. എങ്കിൽ നമ്മുടെ ആദ്യത്തെ ഭൃത്യൻ അവൻ വിലമതിച്ചില്ല. എന്തിനാണ് അവൻ വിലമതിക്കാതെ പോയത്? അവൻ എന്തിനാണ് വിലമതിക്കാതിരുന്നത്? തന്റെ യജമാനന്റെ മഹാ കരുണയെ വിലമതിച്ചില്ല. അവന്റെ അനുഭവം ഉണ്ടായി. എന്തായിരുന്നു അവന്റെ അനുഭവം? തന്റെ യജമാനൻ അവന്റെ വലിയ കരങ്ങൾ ഇളവ് ചെയ്തു കൊടുത്തു എന്നൊരു അനുഭവം ഉണ്ടായി. ആ അനുഭവം അവൻ അനുഭവിച്ചു. ആ അനുഭവത്തിന്റെ സമ്പത്ത് അവന് ലഭിച്ചു. അതിന്റെ ഉദാഹരണം അവന് ലഭിച്ചു. പക്ഷെ അവൻ വിലമതിച്ചില്ല. അവൻ എന്ത് വിലമതിച്ചില്ല? ആ കരുണയും ഉദാരതയും അവൻ വിലമതിച്ചില്ല. അവൻ വിലമതിക്കാത്തത് കൊണ്ട് മാത്രമാണ് അത് അവന്റെ ജീവിതത്തിന്റെ ഭാഗമായി ആ അനുഭവം തീരാതിരുന്നത് കൊണ്ടാണ് അത് അവനല്ലാതായി മാറിയത്. അവൻ അനുഭവം ഉണ്ടായി, എന്നാൽ ആ അനുഭവം അവനായി മാറിയില്ല. ഞാൻ പറയുന്നത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ടോ? സാധാരണഗതിയിൽ നമ്മളെല്ലാവരും പറയും അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു. നിങ്ങളുടെ അനുഭവമാണ് ഏറ്റവും വലിയ. പട്ടിണി അനുഭവിച്ചവര് പട്ടിണിയുടെ വേദന മനസ്സിലാകും. അവന് മറ്റുള്ളവരോട്, വിശക്കുന്നവരോട് കരുണയുണ്ടാകും എന്ന് നമ്മൾ പറയും. ഒറ്റപ്പെടലും സഹനവും അനുഭവിച്ചവര് അത് മറ്റുള്ളവരുടെ വേദനയിൽ പങ്കുചേരുവാൻ കഴിയുമെന്ന് നമ്മൾ പറയും. അപ്പോൾ അനുഭവം ഗുരുവാണ് എന്ന് നമ്മൾ പറയുന്നത് കൊണ്ടാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അനുഭവം ഗുരുവായി മാറുമോ? സംശയം. എന്തുകൊണ്ട് ഒന്നാമത്തെ ഭൃത്യന് തന്റെ അനുഭവം ഗുരുവായി മാറിയില്ല? വലിയ അനുഭവമുണ്ട്. അവന്റെ കുടുംബാംഗങ്ങളെയും അവന്റെ ഭാര്യയും അവന്റെ സകല വസ്തുക്കളെയും ആ രാജാവ് അല്ലെങ്കിൽ അവന്റെ യജമാനൻ കണ്ടെടുക്കുകയും അവന്റെ കടം വിട്ട് തീർക്കുവോളം അവനെ കാരാഗൃഹത്തിൽ അടയ്ക്കുവാനും സാധ്യതയുണ്ടായിരുന്ന ഒരു കാലത്ത് അവനൊരു പുനർജന്മം പോലെ, രണ്ടാം ജന്മം പോലെ അവന്റെ ജീവിതം കിട്ടിയത് അവൻ അനുഭവിച്ചുവെങ്കിലും അവന്റെ ആ അനുഭവം അവന്റെ ജീവിതത്തെ മാറ്റുന്ന അനുഭവമായി മാറിയില്ല. എന്തുകൊണ്ട് എന്നെ ചോദ്യം എന്തെങ്കിലും ഉത്തരങ്ങൾ നമുക്ക് പറയുവാനുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആരാധനയും നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാണ് എങ്കിലും നമ്മുടെ
നമ്മുടെ ജീവിതത്തെ വീണ്ടും സൃഷ്ടിക്കുന്ന ഒരു അനുഭവമാക്കി അതിനെ മാറ്റുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം എല്ലാ ആരാധനയിലും എല്ലാ സഭാദിന ആഘോഷങ്ങളിലും നമ്മൾ ചോദിക്കേണ്ടതാണ്. ഓക്കി എന്ന കൊടുങ്കാറ്റ് എന്ന കൊടുങ്കാറ്റ് നമ്മുടെ രാജ്യത്തെയും സമീപ പ്രദേശങ്ങളിലെയും ഒക്കെ ബാധിച്ചത് ഏത് വർഷത്തിലായിരുന്നു? ഏത് വർഷമായിരുന്നു അത് പറയാമോ? 2017. വളരെ കൃത്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കുട്ടിയോട് അവരുടെ ഗ്രാൻഡ് മരിച്ചു പറഞ്ഞു. കുറച്ച് സംഭവത്തിൽ പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചു, മോളെ എന്നാ ഗ്രാൻഡ് മരിച്ചത്? ഓക്കെ, മരിച്ചിട്ട് 2 ആഴ്ചയായുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഓർമ്മകൾ പറഞ്ഞു വരുന്നത് ഇന്നത്തെ പുതിയ കാലത്തിന്റെ പുതിയ സവിശേഷതയാണ്. അതിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയുവാനുണ്ട്. നമുക്ക് സമയം കുറവായതുകൊണ്ട് ഈ ഓക്കിയുടെ ഒരു അനുഭവം മാത്രം പറയാം. ഈ ഓക്കി നിങ്ങളെ ബാധിച്ചോ? ഈ നാടിനെ, ഈ പ്രദേശത്തെ ബാധിച്ചായിരുന്നോ? ബാധിച്ചില്ലയോ? കാര്യമായിട്ട് ബാധിച്ചില്ല. തീരപ്രദേശങ്ങളിലാണ് പ്രധാനമായിട്ട് ബാധിച്ചതറിയാം. ആ സമയത്ത് ഓക്കി നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോവാറുണ്ട്, മുകളിൽ സ്ഥാപനങ്ങളറിയാം. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ പ്രവർത്തിക്കുന്ന സമയത്താണ് ഓക്കി അടിച്ചത്. ക്ലാസ്സിൽ കടപ്പുറം സ്ഥിരമായിട്ട് ശക്തമായിട്ട് കാറ്റ് വരുന്ന സ്ഥലമാണ്. നമുക്ക് നല്ല കാറ്റ് വരുമ്പോൾ തെങ്ങൊക്കെ ഇങ്ങനെ വളഞ്ഞു കുട്ടി അടിച്ച് ആ ഒരു കാറ്റോടെ കടപ്പുറത്ത് ചില സീസണിൽ വളരെ സ്വാഭാവികമാണ്. അപ്പൊ അന്നിങ്ങനെ കാറ്റടിച്ച് ജനലൊക്കെ കുട്ടിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികളോട് വെച്ചാൽ ഭയങ്കര കാറ്റ്, ഞാൻ കാറ്റ് നമുക്ക് കുത്തിരിയാണ്, നമ്മൾ എത്ര കാറ്റ് കണ്ടിരിക്കുന്നു, കാറ്റിൽ തടയുന്നവരാണ് നമ്മൾ, നിങ്ങൾ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ പൂർവാധികം ശക്തി ഇങ്ങനെ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കാറ്റ് മഴയുടെ ശക്തി കണ്ടിട്ട് എന്റെ ശക്തിയില്ലാത്ത ബാക്കി ടീച്ചേഴ്സിന്റെ ക്ലാസ്സിൽ വരട്ടി എല്ലാവരും ക്ലാസ്സിൽ കഴിഞ്ഞ് താഴെ ഇരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നി ഇത് സാധാരണ കാറ്റാണല്ലോ, ഇത് അസാമാന്യമായിട്ടൊരു കാറ്റാണല്ലോ. സാധാരണ അപ്പാലിപ്പത്തിൽ വാർത്തയില്ല. കുറച്ച് കഴിയുമ്പോഴാണ് ഇത് ഓക്കി എന്നൊരു ചുഴലിക്കാറ്റാണ്. ഇത് ശക്തമായി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുറ്റുവട്ടമുള്ള മരങ്ങളൊക്കെ വീണ് വളരെ ട്രാഫിക്കൊക്കെ വന്നു. സ്കൂളിലെ കോളേജുകൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പൊ തന്നെ സ്കൂൾ കോളേജ് വിടണം. അങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ വന്നുകൊണ്ടേയിരുന്നത്. കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോഴത്തേക്കും ബീച്ചിലേക്കൊക്കെ പോകുമ്പോഴേക്കും നമുക്കറിയാം തിരമാലകളെല്ലാം സുനാമി പോലെ അടിച്ച് വലിയ കാറ്റ് പ്രക്ഷുബ്ധമാണ്. അപ്പോഴാണ് കടലിൽ പോയിരിക്കുന്നവരെല്ലാം അപകടത്തിലാണ്. അവർ തിരിച്ചെത്തുപോയി അറിയുന്നില്ല. അപ്പൊ തീരദേശത്തെല്ലാം വലിയ ഒരു ദുഃഖത്തിന്റെ കരിനിഴൽ വീണ ആ ഒരു സമയമായി അന്നും പിറ്റേ ദിവസം ഒക്കെ തുടർച്ചയായി പോയി. അങ്ങനെ ഏതാണ്ട് 24 മണിക്കൂർ, 30 മണിക്കൂർ, 34 മണിക്കൂർ, 38 മണിക്കൂർ, 40 മണിക്കൂർ, 48 മണിക്കൂർ അതിലധികവും കടലിൽ അകപ്പെട്ട് ചില അവിടുത്തെ ഭീകരരായിട്ടുള്ള ആൾക്കാർ തിരിച്ചു വീട്ടിലണിയാൻ ഭാഗ്യമുണ്ടായവരും ഭാഗ്യമില്ലാതെ തിരിച്ചണിയാൻ പറ്റാത്ത ഒരുപാട് പേര് ജീവൻ പൊഴിഞ്ഞ ഒരു സമയം. ആ സമയത്ത് ഏതാണ്ട് 3000 ഭാഗത്ത് തന്നെ ആ ഇടവകയിൽ തന്നെ 10ഓളം പേരെ തിരിച്ചു കിട്ടാറുണ്ട്. അപ്പൊ നമ്മുടെ സ്കൂളിൽ നിന്നും സഹായമായിട്ട് വന്നിരുന്നു, ഞങ്ങളുടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇതെല്ലാം കഴിഞ്ഞ് ഏതാണ്ട് ഒരു 2 മാസത്തോളം കഴിഞ്ഞപ്പോൾ ഈ ഓക്കി കടലിൽ ഏതാണ്ട് ഒരു 32 മണിക്കൂറോളം കടലിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ വെള്ളവും അദ്ദേഹത്തിന്റെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അവര് ഇങ്ങനെ കടലിൽ ജീവനും മരണവുമായിട്ട് മല്ലടിച്ചുകൊണ്ട് വള്ളത്തെ കെട്ടിപ്പിടിച്ച് ഇവര് മണിക്കൂറുകൾ താണ്ടി ആരെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇവരിങ്ങനെ ആ ഒരു രാവും പകലും മുഴുവനും പ്രക്ഷുബ്ധമായ കടലിൽ ആടി ഉലഞ്ഞുകൊണ്ട് ആ വള്ളത്തെ കെട്ടിപ്പിടിച്ച് 6 പേരും അവരുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി നോക്കുകയാണ്. അവർക്ക് യാതൊന്നുമില്ല അവരുടെ ജീവനെ രക്ഷിക്കുവാൻ വേണ്ടി ആയുധമായി. അവർക്കറിയുന്ന എല്ലാ പ്രാർത്ഥനകളും നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രാവും പകലും ഈ പ്രക്ഷുബ്ധമായ കടലിൽ അവർ ആയിരുന്ന സമയത്ത്, വള്ളത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ടായിരുന്ന സമയത്ത് ഒരാളുടെ കൈ പിടിവിട്ടു പോയി. അയാളെ നഷ്ടപ്പെട്ടു. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഈ പ്രക്ഷുബ്ധമായ കടലിൽ അടുത്ത ദിവസം അവരെ രക്ഷിച്ച് അവരെ ജനറൽ ആശുപത്രികളുമാക്കി തോളെല്ലാം പൊട്ടുന്ന രീതിയിൽ, കഴുത്തിന് അപകടം പറ്റുന്ന രീതിയിൽ എത്രയോ ദിവസങ്ങളിൽ ചികിത്സ കഴിഞ്ഞ് കഴുത്തിൽ കോളം വിട്ട് എന്റെ അടുത്തെത്തി. എന്നോട് ചോദിച്ചു, അച്ഛാ എന്നെ അറിയുമോ? ഞാൻ പറഞ്ഞു, പള്ളിയിൽ കണ്ടിട്ടുണ്ട്. ഞാനെല്ലാം വികാരിച്ച് ഇടയ്ക്കിടയ്ക്ക് പള്ളിയിലേക്ക് പോകുന്നതാണ്. അപ്പൊ പള്ളിയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓക്കിയിൽ പെട്ടുപോയ കാര്യം അച്ഛൻ അറിഞ്ഞിരുന്നോ? അറിഞ്ഞിരുന്നു.
ഞാൻ വളരെയധികം എഴുന്നേറ്റ് നിന്ന് അടുത്തു പോയി ആ ഓക്കിയിൽ അകപ്പെട്ടു പോയ ആ 2 മണിക്കൂറുകൾ രാവും പകലും കടലിൽ എങ്ങനെ അതിജീവിച്ചു എന്നുള്ള ആ കാര്യം അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിഞ്ഞ് ഏറെ സമയം ഞാൻ അദ്ദേഹത്തെ കേട്ടുകൊണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഞാൻ പഴയ, അയാളുടെ പേര് പറഞ്ഞ്, ഞാൻ ആ പഴയ ആളല്ല, ഇനി ഞാൻ പുതിയ വ്യക്തിയാണ്. കാരണം എന്റെ ജീവൻ എനിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം തന്ന ദാനമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇനി ഞാൻ ആ പഴയ മനുഷ്യനല്ല, ഇനി ഞാൻ ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു പുതിയ മനുഷ്യനായിരിക്കും അച്ഛാ എന്ന് പറഞ്ഞാണ് അദ്ദേഹം എന്റെ മുറിയിൽ നിന്നും പോയത്. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു എന്ന് വിശ്വസിക്കുന്നവരാണ്. ശരിയാണ്, ഈ മനുഷ്യൻ ഒരു പുതിയ മനുഷ്യനായി തീരും. ഒരു പുതിയ മനുഷ്യനാകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവമാണ് എനിക്ക് ഈ പുതുജീവൻ നൽകിയത്. ഞാൻ ഈ പഴയ മനുഷ്യനല്ല, ഞാൻ ഒരു പുതിയ മനുഷ്യനാണെന്ന് പറയുന്നത് യാഥാർത്ഥ്യമാകുമോ? എന്ത് തോന്നുന്നു? യാഥാർത്ഥ്യമാകുമോ? ആകാതിരിക്കാമോ? എന്ത് തോന്നുന്നു? യാഥാർത്ഥ്യമാകും. ഈ മനുഷ്യൻ തന്നെ ഏതാണ്ട് 2 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ വീടിനായി അടുത്ത വീടുമായിട്ട് ഒരു തർക്കമുണ്ടായി. ആ തർക്കമുണ്ടായ വളരെ നിസ്സാരമായ ഒരു കാര്യത്തിന് പേരാണ് അവരുടെ ഇടയിൽ, അവരുടെ വീടുകളിൽ, അവരുടെ പറമ്പുകൾക്കിടയിലുള്ള ഒരു ചീലാന്തി മരം, പൂവരശ മരത്തിന്റെ ഇലകൾ അപ്പുറത്തെ വീട്ടിലേക്ക് വീണ് അവരുടെ മുറ്റത്ത് ഇല വീണ് ശല്യമാകുന്നതിനെ കുറിച്ചുള്ള ഒരു തർക്കം. ആ തർക്കം മൂത്ത് വഴക്കുണ്ടായി. എന്നെ കണ്ടപ്പോൾ, കാരണം എനിക്കറിയുന്ന ഒരാളാണ് അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്നത്, ഒക്കെ ആ വീട് പണിത് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇടപെട്ടത് കൊണ്ട് എന്നോട് പറയാം, അച്ഛാ, ഞാൻ അവരോട് പല പ്രാവശ്യം പറഞ്ഞതാണ് ആ മരം വെട്ടണമെന്ന്. ഇനി അവൾ ആ മരം വെട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും, ഞാൻ ഏതറ്റം വരെ വേണമെങ്കിലും പോകും, ഇത് ഞാനാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, അവരുടെ പേര് വിളിച്ച്, സുഹൃത്തേ, ഇങ്ങനെയല്ലായിരുന്നല്ലോ 2 മാസം മുമ്പ് ഓക്കിയിൽ നിന്ന് രക്ഷപ്പെട്ട് എന്റെ മുറിയിൽ വന്ന് സംസാരിച്ചു പറയുന്നത്, ഇനി ഞാനൊരു പുതിയ മനുഷ്യനാണ്, ഈ ജീവൻ എനിക്ക് ദൈവം നൽകിയതാണ്, ഇനി ദൈവത്തിന് വേണ്ടിയുള്ള ഈ ജീവിതമായിരിക്കും എന്ന് എന്നോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അയാൾ പറഞ്ഞു, അത് ഞാൻ ഓർക്കുന്നുണ്ട് അച്ഛാ, പക്ഷെ അത് വേറെ കാര്യം, ഇത് വേറെ കാര്യം. എന്താണ്? ജീവനും മരണവും തമ്മിലുള്ള അനുഭവങ്ങൾ പോലും നമുക്ക് അനുഭവങ്ങളായി മാറുന്നില്ല എങ്കിൽ ഞാൻ മാറി ചിന്തിക്കുവാൻ തുടങ്ങി. അനുഭവങ്ങളാണോ? ജീവനും മരണവും തമ്മിലുള്ള തെരഞ്ഞെടുപ്പാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, മരണത്തിന് സാധ്യതയുള്ള ഒരു സമയത്ത് ദൈവമായി തനിക്ക് നൽകിയ ജീവൻ പോലും ജീവിത അനുഭവമായി മാറുന്നില്ല എങ്കിൽ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേട്ടതുപോലെ അയാൾക്ക് ജീവിതകാലം മുഴുവൻ കാരാഗൃഹത്തിൽ അയാൾക്ക് കുടുംബത്തിനും കഴിയാനുള്ള സാധ്യതയുണ്ടായിരുന്നിട്ട് അതിന് ഇളവ് കിട്ടിയത് പോലും അയാളുടെ ജീവിതത്തെ മാറ്റുന്ന, സ്പർശിക്കുന്ന ഒരു അനുഭവമായി മാറുന്നില്ല എങ്കിൽ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ലയോള സ്കൂൾ പോലെയുള്ള സ്കൂളുകളിൽ നൽകുന്ന ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസമാണ് നമ്മുടെ ജീവിതത്തെ കൈപിടിപ്പിക്കുവാനുള്ള അനുഭവമായി മാറുന്നത്? ഒരിക്കലുമില്ല എന്ന് ഞാൻ പറയുകയാണ്. നമ്മുടെ പുസ്തകങ്ങളും പുസ്തക താളുകളും ഒന്നും, നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളൊന്നും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അനുഭവങ്ങളായി നമുക്ക് മാറില്ല. നമ്മുടെ ജീവിതം വ്യത്യസ്തമാകണമെങ്കിൽ, നമ്മുടെ ജീവിതം ഒരു അനുഭവമായി നമുക്ക് തീരണമെങ്കിൽ നമുക്ക് ബോധ്യങ്ങൾ വേണം, നമുക്ക് കാഴ്ചപ്പാടുകൾ വേണം. ആ ബോധ്യങ്ങൾ എവിടെയാണ് രൂപപ്പെടുക? ആ കാഴ്ചപ്പാടുകൾ എവിടെയാണ് രൂപപ്പെടുക? അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കാര്യം വിലമതിക്കുക എന്നതാണ്. എങ്കിൽ അതിനെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ ഞാൻ പറയുന്നു. നമ്മുടെ കുട്ടികൾ അവർക്ക് കിട്ടുന്ന സ്നേഹത്തെ, പരിഗണനയെ, അവർക്ക് കിട്ടുന്ന വാത്സല്യത്തെ, അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങളെ കുടുംബത്തിൽ വിലമതിക്കുവാൻ പഠിക്കുന്നില്ല എങ്കിൽ, വിലമതിക്കുന്ന ഒരു ശീലം, ഒരു സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കുന്നില്ല എങ്കിൽ, നമ്മൾ നൽകുന്ന എല്ലാ വിദ്യാഭ്യാസവും പാഴാവുന്ന ഒരു പ്രക്രിയ മാത്രമാണെന്ന് ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. നമ്മുടെ ദേവാലയവും നമ്മുടെ ദൈവവും നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ വിലമതിക്കുവാൻ നമ്മൾ പഠിക്കുന്നില്ല എങ്കിൽ, നമ്മൾ നടത്തുന്ന എല്ലാ ആഘോഷങ്ങളും വളരെ ഉപരിപ്ലവം മാത്രമായി അവശേഷിക്കുമെന്നും ഞാൻ നമ്മളെ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുക. ഭർത്താവ് ഭാര്യയെ വിലമതിക്കുന്നില്ല എങ്കിൽ, ഭാര്യ ഭർത്താവിനെ വിലമതിക്കുന്നില്ല എങ്കിൽ, ഭാര്യ ഭർത്താവ് തങ്ങളുടെ മാതാപിതാക്കളെ വിലമതിക്കുന്നില്ല എങ്കിൽ, കുഞ്ഞുങ്ങളെ വിലമതിക്കുന്നില്ല എങ്കിൽ, കുഞ്ഞുങ്ങൾ തങ്ങൾക്ക് കിട്ടുന്ന സകല സൗഭാഗ്യങ്ങളെയും വിലമതിക്കുന്നില്ല എങ്കിൽ, നമ്മളുടെ സുവിശേഷത്തിൽ കണ്ടതുപോലെ വിലമതിക്കുവാൻ അറിയാത്ത ഒരു വൃത്യൻ മാത്രമായി, ഒരു മനുഷ്യൻ മാത്രമായി മാറും. ഒന്നാമത്തെ കാര്യം,
നമ്മുടെ ഈ സമാധാനം ആഘോഷിക്കുമ്പോൾ നമ്മൾ നിലനിൽക്കുവാൻ പഠിക്കട്ടെ. ഇവിടെയുള്ള എത്ര കുഞ്ഞുങ്ങൾ തങ്ങളുടെ മാതാപിതാക്കളോട് പറയും, അപ്പ, അമ്മ, അച്ഛൻ, അമ്മ, ഡാഡി, മമ്മി, ഞാൻ അമ്മയെ ഒരുപാട് വിലമതിക്കും. നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹത്തെ, വാത്സല്യത്തെ, നിങ്ങൾ എനിക്ക് വേണ്ടി എടുക്കുന്ന ത്യാഗത്തെ ഞാൻ വിലമതിക്കുന്നു, നിങ്ങളുടെ അധ്വാനത്തെ ഞാൻ വിലമതിക്കുന്നു എന്ന് പറയുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ സാധിക്കുന്നുണ്ട്. സ്കൂളിലെ നോക്കി ടീച്ചേഴ്സ്, ഞാൻ നിങ്ങളെ വിലമതിക്കുന്നു. നേരത്തെ പറഞ്ഞു, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ അച്ഛൻ ഇവിടെ രണ്ടാമത്തെ ടേബിളാണ്. അച്ഛൻ നിരവധിയായ നല്ല പ്രവർത്തികൾ ചെയ്യുന്നു. സഭാംഗങ്ങൾ പറയും, അച്ഛ ഞങ്ങൾ വിലമതിക്കുന്നു അച്ഛന്റെ സ്നേഹത്തെ, അച്ഛന്റെ വാത്സല്യത്തെ, അച്ഛന്റെ നേതൃത്വത്തെ, അച്ഛന്റെ കർമ്മത്തെ ഞങ്ങൾ വിലമതിക്കുന്നു എന്ന് നമ്മുടെ സഭാ സമൂഹം നിരന്തരമായി വാക്കുകളിലൂടെ അല്ല ജീവിതത്തിലൂടെ പ്രവൃത്തികളിലൂടെ പറയുന്ന ഒരു സഭാ സമൂഹം വാർത്തെടുക്കുക എന്നതാണ് നമുക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ നന്മ എന്ന് ഉറപ്പുകൊള്ളുന്നത്. ഞാൻ ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ കാര്യം ആത്മീയ ഉണർവ് എന്ന വാചകമാണ്. ആത്മീയ ഉണർവ് കണ്ടിരുന്നു നോട്ടീസിൽ. ആത്മീയ ഉണർവ്, സ്പിരിച്വൽ അവേക്കനിങ്. ഇത് രണ്ടും തമ്മിൽ അടുത്ത ബന്ധമുള്ളത് കൊണ്ട് രണ്ട് വാക്കുകൾ അതിനെ കുറിച്ച് മാത്രം പറയും. എനിക്ക് എപ്പോഴാണ് ആത്മീയ ഉണർവ് ഉണ്ടാകുക? സ്പിരിച്വൽ അവേക്കനിങ്. ആരാണ് ആത്മീയ മനുഷ്യൻ? എന്തുകൊണ്ടാണ് ഷൈനയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചു, യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം നമ്മുടെ പൈതൃകത്തിൽ നിന്ന് നമ്മൾ അകന്നുപോയി വിശ്വാസം ശോഷിച്ച് വിശ്വാസ രാജ്യത്തിൽ നമ്മുടെ മതാത്മകതയിലും നമ്മുടെ ലോകത്തിലും നമ്മുടെ ജീവിതത്തിലും ഒക്കെ കടന്നു വരുന്നുണ്ടെങ്കിൽ അത് ആത്മീയ ഉണർവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്താണ് ഈ ആത്മീയത, ആത്മീയ ഉണർവ്? എന്തുകൊണ്ടാണ് ഒരുപക്ഷെ പാശ്ചാത്യ സംസ്കാരത്തിൽ അതിനേക്കാൾ ഉപരിയായി നമ്മുടെ സംസ്കാരത്തിലും ഈ ആത്മീയ ഉണർവ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്? എന്താണ് ആത്മീയ ഉണർവ്? എന്താണ് ആത്മീയ ഉണർവിന്റെ വെല്ലുവിളി? എന്തുകൊണ്ട് ആത്മീയ ഉണർവ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുവാനും അന്വേഷിക്കുവാനും കഴിയുന്നില്ല, വിലമതിക്കുവാൻ കഴിയുന്നില്ല? എന്താണ് ആത്മീയ ഉണർവ്? എന്താണ് ആത്മീയത? ആത്മീയതയെ പലപ്പോഴും മതമായും മത ആചാരങ്ങളായും അനുഷ്ഠാനങ്ങളായും നാം തെറ്റിദ്ധരിക്കാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ഇന്ത്യ മതാത്മകതയുടെ നാടാണ്, ആത്മീയതയുടെ നാടാണ് എന്ന് ചിലപ്പോഴെങ്കിലും തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ ദേവാലയങ്ങളുണ്ട്, അമ്പലങ്ങളുണ്ട്, മോസ്കുകളുണ്ട്, ആത്മീയതയുടെ അല്ലെങ്കിൽ മതാഘോഷത്തിന്റെ ധാരാളം അനുഷ്ഠാനങ്ങളും അതിന്റെ സ്ഥാപനങ്ങളും ഉണ്ട്. പക്ഷെ ഇവിടെ ആത്മീയതയുണ്ടോ? എന്താണ് ആത്മീയത? ഈ അന്വേഷണം വളരെ പ്രധാനമാണ്. നമുക്ക് ധാരാളം ഉത്തരങ്ങൾ നമ്മുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് നടത്താം. ആത്മാവിനാൽ നയിക്കപ്പെടുന്നതാണ് ആത്മീയത. ധാരാളം വ്യാഖ്യാനങ്ങൾ നമുക്ക് നൽകാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ആത്മീയതയുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഒരേ ഒരു ചോദ്യം ചോദിച്ചാൽ മതി. ഏറ്റവും ലളിതമായ ഒരു ചോദ്യം: ആരാണ് എന്റെ ജീവിതത്തിന്റെ കേന്ദ്രം? ഞാൻ തന്നെയാണ് എന്റെ ജീവിതത്തിന്റെ കേന്ദ്രം, അതോ മറ്റേതെങ്കിലും കാര്യമാണോ എന്റെ ജീവിതത്തിന്റെ കേന്ദ്രം? ആരാണ് എന്റെ ജീവിതത്തിന്റെ കേന്ദ്രം? ആരാണ് എന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്? എന്റെ താല്പര്യങ്ങളാണോ, എന്റെ ഇഷ്ടാനിഷ്ടങ്ങളാണോ, എന്റെ തോന്നലുകളാണോ, എന്റെ ആവശ്യങ്ങളാണോ, എന്റെ സ്വപ്നങ്ങളാണോ എന്റെ ജീവിതത്തിന്റെ കേന്ദ്രം? അഥവാ എന്നേക്കാൾ വലിയ ഒരു സത്യമാണോ എന്റെ ജീവിതത്തിന്റെ കേന്ദ്രം? എന്നേക്കാൾ വലിയൊരു നന്മയാണോ എന്റെ ജീവിതത്തിന്റെ കേന്ദ്രം? എന്നേക്കാൾ വലിയൊരു സത്യമാണോ, സ്നേഹമാണോ, കരുണയാണോ, ഒരു നന്മയുടെ ലോകമാണോ എന്റെ ജീവിതത്തിന്റെ കേന്ദ്രം? എന്നേക്കാൾ വലിയ ചൈതന്യമാണോ എന്റെ ജീവിതത്തിന്റെ കേന്ദ്രം? ക്രൈസ്തവരായ നമ്മൾക്ക് ചോദിക്കുകയാണെങ്കിൽ, യേശുവാണോ എന്റെ ജീവിതത്തിന്റെ കേന്ദ്രം? യേശുവിന്റെ ആത്മാവാണോ എന്റെ ഹൃദയത്തെ ഭരിക്കുന്നത്? എങ്കിൽ ഞാൻ ആത്മീയമായ പാതയിലാണ് എന്ന് നമുക്ക് പറയാം. എന്താണ് വ്യത്യാസം? യേശുവാണ് എന്റെ ജീവിതത്തിന്റെ കേന്ദ്രം എന്ന് പറയുമ്പോൾ യേശുവിന്റെ സ്വപ്നങ്ങളും യേശുവിന്റെ ചിന്തകളും യേശുവിന്റെ കാഴ്ചപ്പാടുകളും യേശുവിന്റെ ബോധ്യങ്ങളുമാണ് എന്റെ ജീവിതത്തെ നയിക്കുന്നത്. അതിനനുസരിച്ച് എന്റെ ജീവിതത്തെ രൂപപ്പെടുത്തുവാനുള്ള ശ്രമമാണ് എന്റെ ജീവിതം. യേശുവിന്റെ സ്വപ്നങ്ങൾക്ക് പിറകെ, കാഴ്ചപ്പാടുകൾക്ക് പിറകെ, ബോധ്യങ്ങൾക്ക് പിറകെ, നിലപാടുകൾക്ക് പിറകെയുള്ള യാത്രയാണ് എന്റെ ജീവിതം. ഇതാണ് ഞാൻ എന്റെ ജീവിതത്തിൽ അന്വേഷിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായി മാറും? ആത്മീയ മനുഷ്യനായി മാറും. യേശുവിനെ നമ്മളെല്ലാവരും പ്രഘോഷിക്കുന്നു.
എന്തുകൊണ്ട് നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് നമ്മുടെ കുട്ടികൾ ആരോടെങ്കിലും ചോദിച്ചാൽ എന്താണ് ഉത്തരം പറയുക? ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നത് യേശു സ്നേഹത്തിന്റെ, സത്യത്തിന്റെ, നന്മയുടെ, കരുണയുടെ, ആർദ്രതയുടെ, ഈ ലോകത്തിലുള്ള സകല നന്മകളുടെയും ആൾരൂപമായതുകൊണ്ടാണ്, അതിന്റെ എംബോഡിമെന്റ് ആയതുകൊണ്ടാണ് ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നത്, ഞാൻ യേശുവിനെ അനുകരിക്കുന്നത്, അനുധാവനം ചെയ്യുന്നത്, യേശുവിന്റെ ശിഷ്യനാണെന്ന് ഈ ലോകത്തോട് മുഴുവൻ ഞാൻ ധൈര്യപൂർവ്വം പറയുന്നതെന്ന് നമ്മുടെ എത്ര കുഞ്ഞുങ്ങൾ പറയും, എത്ര മുതിർന്നവർ പറയും. നമ്മൾ ആത്മീയ വ്യക്തികളാണ് എന്ന് നമ്മൾ ധരിക്കുമ്പോൾ നമ്മളെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രമാക്കി വെക്കുന്നത് എങ്കിൽ, മാറ്റുന്നത് എങ്കിൽ നമ്മൾ ആത്മീയ വ്യക്തികളല്ല. നമ്മളെ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്ന, നമ്മളെ തന്നെ ജീവിതത്തിന്റെ കേന്ദ്രമാക്കി വെച്ചിരിക്കുന്ന കൊച്ചു മനുഷ്യർ മാത്രമാണെന്നും ഒരനുഭവവും നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുന്ന, നമ്മളെ നവീകരിക്കുന്ന അനുഭവമായി മാറിത്തീരില്ല എന്നും ഒരിക്കൽ കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. അവസാനമായി ഒരു വാചകം വായിക്കാം. Give up bondage, become a son, be free, then you can see the Father. Give up bondage, become a son, be free, then you can see the Father, as did Jesus. Had I lived in Palestine in the days of Jesus of Nazareth, I would have washed his feet, not with my tears, but with my heart's blood. യേശുവിന്റെ കാലത്ത് ഞാൻ പാലസ്തീനയായി ജീവിച്ചിരുന്നുവെങ്കിൽ അവിടുത്തെ പാദങ്ങൾ ഞാൻ കഴുകുമായിരുന്നു, എന്റെ കണ്ണുനീര് കൊണ്ടല്ല, എന്റെ ഹൃദയ രക്തം കൊണ്ട്. ആരാണ് പറഞ്ഞത്? നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് പറയുന്നത് ഇന്ത്യയുടെ നവോത്ഥാന നായകരിൽ ഏറ്റവും ശ്രേഷ്ഠരായി പരിഗണിക്കുന്ന സ്വാമി വിവേകാനന്ദ. യേശുവിന്റെ കാലത്ത് ഞാൻ പാലസ്തീനായി ജീവിച്ചിരുന്നുവെങ്കിൽ ഞാൻ അവിടുത്തെ പാദങ്ങൾ കഴുകുമായിരുന്നു, എന്റെ കണ്ണുനീര് കൊണ്ട്. ആരാണ് കണ്ണുനീര് കൊണ്ട് യേശുവിന്റെ പാദം കഴിയും? നമുക്കറിയാം. വിവേകാനന്ദ പറയുകയാണ്, എന്റെ കണ്ണുനീര് കൊണ്ടല്ല, എന്റെ ഹൃദയ രക്തം കൊണ്ട് ഞാൻ അവിടുത്തെ പാദങ്ങൾ കഴിക്കുമായിരുന്നു, അവിടുത്തെ പാദങ്ങൾ കഴിക്കുന്നു. നോക്കുക, വിവേകാനന്ദ ഓസം ജീസസ് വെബ്സൈറ്റ് നോക്കുക. പ്രിയപ്പെട്ടവരെ, ആ യേശുവാണ് നമ്മുടെ നേതാവ്, നമ്മുടെ നായകൻ. ആ യേശുവിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം, അതാണ് നമ്മുടെ ശക്തി, അതാണ് നമ്മുടെ പൈതൃകം. ആ പൈതൃകത്തിലേക്ക് ഓരോ ദിവസവും ഓരോ നിമിഷവും നടന്നെടുക്കുവാൻ നാം ഏവരെയും ദൈവം ശക്തിപ്പെടുത്തട്ടെ, പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തട്ടെ. ഈ ഇടവക സമൂഹത്തിന് എല്ലാ ദൈവകൃപയും ആ യാത്രയ്ക്കായി ലഭിക്കട്ടെ. കൂട്ടായ്മ, നിങ്ങളുടെ ഗാനം ആലപിക്കുന്നത് പോലെ ആ കൂട്ടായ്മ എന്നും എപ്പോഴും സുന്ദരമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ 64-ാം സഭാദിനാഘോഷം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. പിതാവിനെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ.